ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് ഈ മാസം 24-ന് തുടക്കം. നിയുക്ത എംപിമാരുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തിരഞ്ഞെടുപ്പും സമ്മേളന കാലയളവിൽ നടക്കും. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി TDP അധ്യക്ഷൻ N. ചന്ദ്രബാബു നായിഡു സത്യപ്രതിജ്ഞ ചെയ്തു. 24 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം ഇന്ന് ചുമതലയേറ്റു. ഒഡീഷ മുഖ്യമന്ത്രിയായി മുതിർന്ന BJP നേതാവ് മോഹൻ ചരൺ മാഝി ഇന്ന് വൈകുന്നേരം സത്യപ്രതിജ്ഞ ചെയ്യും. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയായി ഇന്ത്യ തുടരുമെന്ന് ലോകബാങ്ക് റിപ്പോർട്ട്. ലോക കേരള സഭയുടെ 4ാം പതിപ്പിന് തിരുവനന്തപുരത്ത് നാളെ തുടക്കം. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് അമേരിക്കയെ നേരിടും. വാർത്തകൾ വിശദമായി. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് ഈ മാസം 24-ന് തുടക്കമാകും. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ, സ്പീക്കർ തിരഞ്ഞെടുപ്പ്, രാഷ്ട്രപതിയുടെ അഭിസംബോധന എന്നിവ സമ്മേളന കാലയളവിൽ നടക്കും. അടുത്ത മാസം 3 വരെയാണ് സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. രാജ്യസഭയുടെ 264-ാമത് സമ്മേളനവും ഈ മാസം 27 മുതൽ ജൂലൈ 3 വരെ ചേരും. രാജ്യത്തെ സേവിക്കുക എന്നതാണ് സർക്കാരിന്റെ കടമയെന്നും 140 കോടി ഇന്ത്യക്കാരുടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിനുള്ള മികച്ച വേദിയാണ് പാർലമെന്റെന്നും കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി തെലുഗുദേശം പാർട്ടി അധ്യക്ഷൻ N. ചന്ദ്രബാബു നായിഡു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കൃഷ്ണ ജില്ലയിലെ കേസരപ്പള്ളി IT പാർക്കിൽ നടന്ന ചടങ്ങിൽ ഗവർണർ S. അബ്ദുൽ നസീർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 24 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. ജനസേനയിൽ നിന്ന് 3 പേരും BJPയിൽ നിന്ന് 1 മന്ത്രിയുമാണ് പുതിയ മന്ത്രിസഭയിലുള്ളത്. ജനസേന പാർട്ടി അധ്യക്ഷൻ പവൻ കല്യാൺ, TDP ജനറൽ സെക്രട്ടറി നാരാ ലോകേഷ്, മുതിർന്ന BJP നേതാവ് സത്യകുമാർ യാദവ് എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാരിൽ ഉൾപ്പെടുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മന്ത്രിമാരായ JP നഡ്ഡ, നിതിൻ ഗഡ്കരി, കിഷൻ റെഡ്ഡി തുടങ്ങിയ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ YSR കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയാണ് TDP BJP ജനസേന സഖ്യം ആന്ധ്രാപ്രദേശിൽ അധികാരത്തിലെത്തിയത്. ഒഡീഷ മുഖ്യമന്ത്രിയായി മുതിർന്ന BJP നേതാവ് മോഹൻ ചരൺ മാഝി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഭുവനേശ്വരിലെ ജനതാ മൈതാനിയിൽ വൈകുന്നേരം നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുക്കും. ഉപമുഖ്യമന്ത്രിമാരായ കനക് വർദ്ധൻ സിംഗ് ദേവിനും പ്രവദീപ് പരിദയ്ക്കുമൊപ്പം മറ്റു മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. 24 വർഷം നീണ്ട ബിജു ജനതാദൾ ഭരണത്തിന് വിരാമം കുറിച്ചുകൊണ്ടാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം നേടി BJP ഒഡീഷയിൽ അധികാരത്തിലെത്തിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മന്ത്രിമാരായ ജുവൽ ഒറാം, അശ്വനി വൈഷ്ണവ്, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയ നേതാക്കളും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയായി ഇന്ത്യ തുടരുമെന്ന് ലോകബാങ്ക് റിപ്പോർട്ട്. അടുത്ത 3 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വളർച്ച 6.7 രേഖപ്പെടുത്തുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആഭ്യന്തര ആവശ്യകത, നിക്ഷേപം, സേവന മേഖല എന്നിവ ശക്തിപ്പെട്ടതോടെയാണ് വളർച്ച ത്വരിതപ്പെടുന്നതെന്നും റിപ്പോർട്ട് പരാമർശിക്കുന്നു. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വളർച്ച 6.6% ആയിരിക്കുമെന്ന് ഗ്ലോബൽ എക്കണോമിക്സ് പ്രോസ്പെക്ട്സ് റിപ്പോർട്ടിൽ ലോകബാങ്ക് വ്യക്തമാക്കിയിരുന്നു. പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി ശാശ്വതമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിന്റെ കാരണം രാസമാലിന്യമാണ് എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംഭവത്തിൽ ആകെ 1355 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കിയിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളികൾക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകുമെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം ഇന്ന് താൽക്കാലികമായി പിരിയും. നാളെ മുതൽ ഈ മാസം 18 വരെ സഭ ചേരുന്നതല്ല. 19-ന് സഭ പുനരാരംഭിക്കും. ലോക കേരള സഭയുടെ 4ാം പതിപ്പിന് നാളെ തുടക്കം. വൈകുന്നേരം തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പൊതുയോഗത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമാവുക. ശനിയാഴ്ച വരെ നടക്കുന്ന പരിപാടിയിൽ 103 രാജ്യങ്ങളിൽ നിന്നും 25 സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കേരളീയ പ്രവാസി പ്രതിനിധികൾ പങ്കെടുക്കും. അതേസമയം ലോക കേരള സഭയുടെ ഉദ്ഘാടകനാകാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ക്ഷണം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തള്ളി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് വൃക്ഷാസനത്തിന്റെ ഗുണഗണങ്ങളെ പറ്റിയുള്ള വീഡിയോ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശാരീരിക സന്തുലിതാവസ്ഥ മെച്ചപ്പെടുത്താനും അംഗവിന്യാസം ക്രമീകരിക്കാനും വൃക്ഷാസനം ഉപകരിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ കരസേനയുടെ പുതിയ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയെ നിയമിച്ചു. നിലവിൽ കരസേന ഉപമേധാവിയായ അദ്ദേഹം രാജ്യത്തിന്റെ 30ാമത് സൈനിക മേധാവിയായാണ് നിയമിതനാവുന്നത്. നിലവിലെ മേധാവി ജനറൽ മനോജ് പാണ്ഡെയുടെ കാലാവധി ജൂൺ 30 അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് നിയമനം. അടുത്ത അധ്യയന വർഷം മുതൽ വർഷത്തിൽ 2 തവണ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകുന്നതിന് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകാൻ UGC തീരുമാനിച്ചു. നിലവിൽ ഒരു അധ്യയന വർഷത്തിൽ 1 തവണ മാത്രമാണ് പ്രവേശനം നൽകിയിരുന്നത്. വിവിധ കാരണങ്ങളാൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കാത്ത നിരവധി വിദ്യാർത്ഥികൾക്ക് തീരുമാനം ഗുണം ചെയ്യുമെന്ന് UGC ചെയർമാൻ പ്രൊഫസർ ജഗ്ദോഷ് കുമാർ പറഞ്ഞു. ജമ്മു കശ്മീരിലെ കത്വ ദോഡ ജില്ലകളിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു CRPF ജവാന് വീരമൃത്യു. 6 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. രാഷ്ട്രീയ റൈഫിൾസിലെ 5 ഉദ്യോഗസ്ഥർക്കും ഒരു സ്പെഷ്യൽ പോലീസ് ഓഫീസർക്കുമാണ് പരിക്കേറ്റത്. ചത്തർഗാലയിലെ സംയുക്ത ചെക്ക് പോസ്റ്റിന് നേരെ ഭീകരർ ആക്രമണം നടത്തുകയായിരുന്നു. ഭീകരർക്കായുള്ള തിരച്ചിലിനായി കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. അതേസമയം സേഡ സോഹാൽ ഗ്രാമത്തിൽ ഇന്നലെ രാത്രിയുണ്ടായ ആക്രമണത്തിൽ ഒരു CRPF ജവാന് ഗുരുതരമായി പരിക്കേറ്റു. തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ഒരു ഭീകരനെ സുരക്ഷാസേന വധിച്ചു. കൂടുതൽ ഭീകരർ പ്രദേശത്തുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാസേന തിരച്ചിൽ ഊർജിതമാക്കി. ജമ്മുകാശ്മീരിലെ റിയാസി ജില്ലയിൽ തീർത്ഥാടക ബസിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട ഭീകരനെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് റിയാസി പോലീസ്. ദൃക്സാക്ഷി വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ രേഖാചിത്രം പുറത്തുവിട്ടിട്ടുണ്ട്. റിയാസി, രജൌരി ജില്ലകളിൽ ഭീകരർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. നമ്മുടെ ചുമതലകൾ നിറവേറ്റാം, ബാലവേല അവസാനിപ്പിക്കാമെന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. അക്ഷരം കുറിക്കേണ്ട പ്രായത്തിൽ കുരുന്നുകളെ ബാലവേല ചെയ്യിക്കുന്നതിനെതിരെ ആഗോളതലത്തിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ കണക്കനുസരിച്ച് ദശലക്ഷക്കണക്കിന് കുട്ടികളാണ് വിദ്യാഭ്യാസം, ആരോഗ്യം, വിശ്രമം, അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങൾ എന്നിവ നിഷേധിക്കപ്പെട്ട് ബാലവേലയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് ബാലവേല ഉന്മൂലനം ചെയ്യുന്നതിനുള്ള ഒരു വർഷത്തെ സമഗ്ര കർമ്മ പദ്ധതിക്ക് മന്ത്രി വി ശിവൻകുട്ടി തുടക്കമിട്ടു. തൊഴിൽ സ്ഥാപനങ്ങളിലെ പരിശോധനയും ബോധവൽക്കരണ പരിപാടികളും ഇതിന്റെ ഭാഗമായി നടക്കും. മുൻ ഫുട്ബോൾ താരവും പരിശീലകനുമായ TK ചാത്തുണ്ണി അന്തരിച്ചു. 80 വയസ്സായിരുന്നു. അർബുദബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഫുട്ബോൾ കളിക്കാരനെന്ന നിലയിലും പരിശീലകൻ എന്ന നിലയിലും പ്രശസ്തനായ TK ചാത്തുണ്ണി ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. FC കൊച്ചിൻ, ചർച്ചിൽ ബ്രദേഴ്സ്, ഡെംപോ SC, സാൽഗോക്കർ FC, മോഹൻ ബഗാൻ, കേരള പോലീസ് തുടങ്ങി നിരവധി ടീമുകളെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട്. പ്രമുഖ ഫുട്ബോൾ താരങ്ങളായ IM വിജയൻ, CV പാപ്പച്ചൻ, ജോ പോൾ അഞ്ചേരി തുടങ്ങിയവർ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ്. TK ചാത്തുണ്ണിയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് അമേരിക്കയെ നേരിടും. നാസോ കൌണ്ടി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. ഗ്രൂപ്പ് എയിൽ ഇന്ത്യ 1ാമതും USA 2ാം സ്ഥാനത്തുമാണ്. അതേസമയം ഫ്ലോറിഡയിൽ ഇന്ന് നടക്കാനിരിക്കുന്ന ശ്രീലങ്ക നേപ്പാൾ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. രാവിലെ നടന്ന മറ്റൊരു മത്സരത്തിൽ ഓസ്ട്രേലിയ നമീബിയയെ 9 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ അനുപമ ഉപാധ്യായ, ആകർഷി കശ്യപ് എന്നിവർ 16ാം റൌണ്ടിൽ പ്രവേശിച്ചു. മലേഷ്യൻ താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് അനുപമ പരാജയപ്പെടുത്തിയത്. സ്കോർ 21-14, 23-21. യുക്രൈൻ താരത്തെയാണ് ആകർഷി പരാജയപ്പെടുത്തിയത്. സ്കോർ 21-14, 21-11. പുരുഷ സിംഗിൾസിൽ ഓപ്പണിംഗ് റൌണ്ടിൽ ഇന്ത്യൻ താരം HS പ്രണോയ് ബ്രസീലിയൻ താരത്തെ 21-10, 23-21 പരാജയപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് ഈ മാസം 24-ന് തുടക്കം. നിയുക്ത MPമാരുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തിരഞ്ഞെടുപ്പും സമ്മേളന കാലയളവിൽ നടക്കും. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി TDP അധ്യക്ഷൻ N ചന്ദ്രബാബു നായിഡു സത്യപ്രതിജ്ഞ ചെയ്തു. 24 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം ഇന്ന് ചുമതലയേറ്റു. ഒഡീഷ മുഖ്യമന്ത്രിയായി മുതിർന്ന BJP നേതാവ് മോഹൻ ചരൺ മാച്ചി ഇന്ന് വൈകുന്നേരം സത്യപ്രതിജ്ഞ ചെയ്യും. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയായി ഇന്ത്യ തുടരുമെന്ന് ലോകബാങ്ക് റിപ്പോർട്ട്. ലോക കേരള സഭയുടെ 4ാം പതിപ്പിന് തിരുവനന്തപുരത്ത് നാളെ തുടക്കം.
2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് അമേരിക്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.